നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. പൊതുവഴിയിലെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഇടമണ്ണിൽ കുടുംബത്തെ യുവാവ് വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥനും ഭാര്യയ്ക്കും മരുമകൾക്കും പരിക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചടയമംഗലം ഇടുക്കുപാറയിൽ പാറക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ക്വാറിക്ക് ഉടമകൾ ലൈസൻസ് സമ്പാദിച്ചത് കൈക്കൂലി നൽകിയെന്ന് ആരോപണം. ക്വാറിക്ക് NOC നൽകരുതെന്നാവശ്യപ്പെട്ട് 26-ന് ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നുകളും ലഭ്യമാക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് DYFI പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വീടിന് സമീപത്തെ പൊതുവഴിയിലെ മദ്യപാനം ചോദ്യം ചെയ്തതിന് കുടുംബത്തെ യുവാവ് വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥനും ഭാര്യയ്ക്കും മരുമകൾക്കും പരിക്കേറ്റു. ഇടമൺ 34-ലാണ് സംഭവം. ഇടമൺ 34 തടത്തുവിള വീട്ടിൽ ഹനീഫ റാവുത്തറിനും ഭാര്യ BV ഉമ്മാളിനും മരുമകൾ സബീന ഷാജഹാനുമാണ് അയൽവാസിയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. വീടിന് സമീപത്തെ വഴിയിലെ മദ്യപാനം സ്ഥിരമായതോടെ അത് വിലക്കിയ ഹനീഫ റാവുത്തറെ അയൽവാസിയായ ഷാജു വിലാസത്തിൽ ഷഫീഖ് എന്ന 28-കാരൻ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു. അത്രേ ഇവൻ അവിടെ വന്നിട്ട് ചാരായ ഒഴുകിയും സഭയോട് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുത്, ഇവിടെ ചേമ്പ് അവിടെ വെച്ച് അതിന് ഭാര്യ ഇതിന് ഞാൻ പണി തരാവിടാന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് മൂക്കറ്റം പിടിച്ചോണ്ട് വന്ന് കിടന്ന് ഭയങ്കര ചീത്തവിളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ തടഞ്ഞ് ഇറങ്ങി പോകണ്ട, നിങ്ങൾ ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു. അതല്ല എന്നും പറയാൻ എന്നെ ഒരുപാട് അസഭ്യം എൻ്റെ അമ്മച്ചിക്കും തന്തിക്കൊക്കെ ചീത്ത പറഞ്ഞിട്ട് എൻ്റെ മരുമോളെ ഇറക്കി വിടടിയെന്ന് പറഞ്ഞു. അന്നേരം അത്ത ഇറങ്ങിയപ്പോൾ അത്തയുടെ പൊങ്ങാക്കി പിടിച്ച് തട്ടി, ഞാൻ അത്തായി പിടിച്ച് എന്നെയും പിടിച്ച് തട്ടി, എന്നെയും ചവിട്ടി, എൻ്റെ നെഞ്ചത്തും ചവിട്ടി, അങ്ങനെയും ചവിട്ടി, ഒരുപാട് ചവിട്ടി. മർദ്ദനം തുടങ്ങിയതോടെ ഹനീഫ റാവുത്തർ വീട്ടിൽ കയറി പ്രധാന വാതിൽ അടച്ചെങ്കിലും പിൻവാതിലിലൂടെ അകത്തു കടന്ന അക്രമി വീട്ടിലുണ്ടായിരുന്ന സബീനയെ കടന്നുപിടിക്കുകയും ധരിച്ചിരുന്ന നൈറ്റി വലിച്ചു കീറുകയും ചെയ്തതായി പറയുന്നു. ഇത് തടയാനെത്തിയ BV ഉമ്മാളിനെയും ഷഫീഖ് മർദ്ദിച്ചു. മൊത്തം വലിച്ചു കീറുന്നത് കണ്ടുകൊണ്ട് ഞാൻ വെച്ചപ്പോൾ എൻ്റെ അമ്മ കയറി വന്ന് ഞാൻ പിടിച്ചിട്ടില്ലേ. ഷഫീഖ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും സ്ഥലത്തെ സ്ഥിരം ശല്യക്കാരനാണെന്നും ആക്രമണത്തിനിരയായ കുടുംബം ആരോപിച്ചു. പരിക്കേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തെന്മല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടപടി ആവശ്യപ്പെട്ട് പ്രവർത്തകർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. ദേശീയപാതയിൽ പലയിടത്തും നിർമ്മാണത്തിനിടെ ടാറിന്റെ അളവ് കൂടിയതിനാൽ റോഡിനുണ്ടായ മിനുസക്കൂടുതൽ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റാൻ കാരണമാകുന്നുവെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ബ്രേക്ക് ചവിട്ടിയാലും നിയന്ത്രണം കിട്ടാത്തതിനാൽ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അശാസ്ത്രീയമായ ടാറിംഗ് ആണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ട് അതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ വളരെ കൂടുതലാണ്. ഒരു ദിവസം കൃത്യമായും 5 അപകടങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ചൊവ്വാഴ്ച തന്നെ റോഡിൽ JCB ഉപയോഗിച്ച് മിനുസമായ പ്രതലങ്ങൾ ഗ്രിപ്പ് ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. നാളെ തന്നെ പണികൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഴയത്ത് റീടാർ ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഇത് ചിപ്പ് ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കുകയും അതിനുശേഷം മഴ മാറുന്ന സ്ഥിതിക്ക് റീടാർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് AXCയുടെ വിളിച്ച് ഫോൺ ചെയ്തതിനു ശേഷം ഉറപ്പ് തന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാൻ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സനൽകുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മൻസൂർ ജെ, മണ്ഡലം പ്രസിഡന്റ് TS ബിനു, സേവാദൾ മണ്ഡലം ചെയർമാൻ സുമേഷ് ഇടമൺ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലെ പൂത്തോട്ടം, നാഗമല പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി പുതിയ കുടിവെള്ള പദ്ധതികൾ ഒരുങ്ങുന്നു. എസ്റ്റിമേറ്റ് തയ്യാറാക്കലിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇരു മേഖലകളും സന്ദർശിച്ചു. തോട്ടം മേഖലകളായ പൂത്തോട്ടത്തും നാഗമലയിലുമാണ് പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി വാട്ടർ അതോറിറ്റി അധികൃതർ പരിശോധന നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാനും ഇവർക്കൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു. നാഗമലയിൽ നിലവിൽ കിണറുള്ളതിനാൽ ഇത് നവീകരിച്ച് പുതിയ പദ്ധതി നടപ്പിലാക്കാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ആലോചിക്കുന്നത്. എന്നാൽ പൂത്തോട്ടത്ത് പുതിയ കിണർ കുഴിച്ചു വേണം പദ്ധതി തുടങ്ങാൻ. പൊതുവെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ പൂത്തോട്ടത്തെ വിദഗ്ധ പരിശോധനകൾ നടത്തി മാത്രമേ കിണർ കുഴിക്കാൻ സാധിക്കൂ. പുതിയ കുടിവെള്ള പദ്ധതി പൂത്തോട്ടത്തും നാഗമലയിലുമായി 500-ലേറെ കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ
മേയർ മേരി ചെറിയാൻ, ഓവർസിയർ ജി പ്രസാദ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ, പൂത്തോട്ടം വാർഡ് മെമ്പർ ബിന്ദു ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വാട്ടർ അതോറിറ്റി സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആര്യങ്കാവ് പഞ്ചായത്തിലെ പൂത്തോട്ടത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതി വൈദ്യുതി ആവശ്യമില്ലാത്തതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജീവ് ഖാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ച് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും സഞ്ജീവ് ഖാൻ പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വിവിധ SC കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് SC കോളനികളിൽ കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. മലമുകളിൽ കിണർ കുഴിച്ച് അതിൽ നിന്ന് പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അതിനാൽ വൈദ്യുതിയുടെയും മോട്ടോറിന്റെയും ആവശ്യം വരില്ല. നിലവിൽ തോട്ടം തൊഴിലാളികൾക്ക് കറണ്ട് പോയാൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പുതിയ പദ്ധതി നടപ്പാകുന്നതോടെ ഇതിന് മാറ്റം വരുമെന്ന് സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടി. പൂന്തോട്ടത്ത് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ഗ്രാവിറ്റി സോഴ്സാണ്. കറണ്ട് ഇല്ലാതെ തന്നെ ഏതാണ്ട് 200ഓളം കുടുംബങ്ങൾക്ക് നാച്ചുറൽ റിസോഴ്സായ വെള്ളം ഉപയോഗിച്ച് ഇതിൽ കറണ്ടില്ലാതെ ഇവരുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ്. നിലവിൽ അവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് എങ്കിലും എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്നും കൂടുതൽ വെള്ളം അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളം അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് തികയാത്ത സാഹചര്യമാണുള്ളത്. കറണ്ട് പോയാൽ പിന്നീട് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാവിറ്റി സോഴ്സിൻ്റെ ഒരു പ്രയോജനം ഈ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ കറണ്ടില്ലാതെയും എല്ലാ സമയത്തും വെള്ളം ലഭ്യമാകുന്ന ഒരു സോഴ്സ് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പദ്ധതി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. തൊഴിൽ രഹിതരായ പട്ടികവർഗ വനിതകൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സൌജന്യ ഓട്ടോറിക്ഷകളുടെ വിതരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുളത്തൂപ്പുഴയിൽ നടന്നു. 9 പട്ടികവർഗ വനിതകൾ ഓട്ടോറിക്ഷകൾ ഏറ്റുവാങ്ങി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നിന്ന് പട്ടികവർഗത്തിൽപ്പെട്ട 10 വനിതകളെയാണ് സർക്കാർ നിയോഗിച്ച സമിതി പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരുന്നത്. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ മുഖേന സൌജന്യമായി ഇവർക്ക് പരിശീലനം നൽകി. 9 പേർ പരിശീലനം പൂർത്തീകരിച്ച് ലൈസൻസ് കരസ്ഥമാക്കി. ഇവരാണ് സർക്കാർ നൽകിയ ഓട്ടോറിക്ഷയുമായി അതിജീവനത്തിന്റെ പുതിയ വഴിയിലേക്ക് ഇറങ്ങുന്നത്. പിയാജിയോ കമ്പനിയുടെ ആപ്പെ ഡീസൽ ഓട്ടോറിക്ഷകളാണ് വിതരണം ചെയ്തത്. സർക്കാർ നൽകുന്ന ഈ ഓട്ടോറിക്ഷകൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്തുവാനോ പാടില്ല. മറ്റു സമുദായക്കാർ ഇവ ഓടിക്കാനും പാടില്ല. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേക അവസരങ്ങളും ആനുകൂല്യങ്ങളും വിവേചനമല്ലെന്നും മറിച്ച് ഇവ അനുവദിച്ചു കൊടുത്ത് എല്ലാവരെയും തുല്യരാക്കുന്നത് സർക്കാരിന്റെ വിശാലമായ കാഴ്ചപ്പാടാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA അഡ്വക്കേറ്റ് K. രാജു പറഞ്ഞു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് അവർക്ക് നമ്മുടെ ഭരണഘടന പ്രത്യേകമായിട്ടുള്ള ചില ആനുകൂല്യങ്ങളും അവസരങ്ങളും ഉറപ്പു ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അതൊരു വിവേചനമല്ലേ എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ വിവേചനമല്ല, മറിച്ച് ഈ പ്രത്യേക സംവരണവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റും അനുവദിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാല താല്പര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഭരണഘടനയുടെ വിധാതാക്കൾ, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ നേതാക്കൾ അവര് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുമ്പോൾ ഈ പ്രത്യേക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും നൽകാൻ ഈ വിഭാഗങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചടയമംഗലം ഇടുക്കുപാറയിൽ പാറക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ക്വാറിക്ക് ഉടമകൾ ലൈസൻസ് സമ്പാദിച്ചത് കൈക്കൂലി നൽകിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ക്വാറിക്ക് NOC നൽകരുതെന്ന് ആവശ്യപ്പെട്ട് 26-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടുക്കുപാറയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ക്വാറി കുറച്ചുകാലം മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ പഴയ ഉടമയിൽ നിന്ന് പുതിയൊരാൾ ക്വാറി വാങ്ങി വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ നീക്കം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഏകദേശം ഒരു 250 മീറ്ററോളം പൊക്കം വരും ഈ കനൽ നിർത്തുന്ന പാറയ്ക്ക് തൊട്ട് ഇരിക്കുന്ന ഒരു പാറയ്ക്ക്. അപ്പോൾ ആ പാറയുടെ മണ്ടയിൽ യാതൊരു പിടിയില്ലാതെ ഏത് സമയത്തും ഖനനം നടത്തിയില്ലെങ്കിൽ പോലും താഴേക്ക് മറിയാവുന്ന പാറകളിരിക്കും. അപ്പോൾ ഈ പാറയുടെ വിഷയങ്ങൾ ഈ നടത്തുന്ന നടത്തിപ്പുകാരെ 2 തവണ അവരെ ആളെ വിട്ടറിയിക്കുകയും
നേരിട്ട് 2 തവണ നമ്മൾ വിളിച്ച് പറയുകയും ചെയ്തിട്ടും ഇത് നടത്തിപ്പുകാർക്ക് യാതൊരു കുലുക്കവുമില്ലാതെ അവർ വീണ്ടും ഈ മെഷീനറി ഉപയോഗിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഭാഗത്താണ് അവർ വന്നത്. ക്വാറിയുടെ പ്രവർത്തനം അനധികൃതമാണ്. പ്രദേശത്തെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും ഇത് നാശം വിതയ്ക്കുന്നു. പ്രദേശവാസികൾക്ക് മാറാരോഗങ്ങൾ പിടിപെടുന്നുണ്ട് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. വീണ്ടും ക്വാറി പ്രവർത്തിപ്പിക്കാൻ ലൈസൻസ് നൽകരുത് എന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, RDO, തഹസിൽദാർ, ജിയോളജി വിഭാഗം, പോലീസ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിലൊക്കെ പരാതി നൽകിയിട്ടും ക്വാറി മാഫിയ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ലൈസൻസ് നേടിയെടുത്തുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത് ഖനനം നടത്താനുള്ള സാമഗ്രികൾ വീണ്ടും മെഷീനറികൾ അവിടെ കൊണ്ടിറക്കി ഇത് നടത്തിക്കൊണ്ട് പോവുക എന്നൊരു ഭാഗത്തേക്കാണ് ഉദ്യോഗസ്ഥരും നടത്തിപ്പുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തു, അതിൻ്റെ അന്വേഷണം ഒന്നും വന്നില്ല. തഹസീൽദാർക്ക് പരാതി കൊടുത്തു, അന്വേഷണം ഒന്നും വന്നില്ല. ജില്ലാ ഓഫീസിൽ പരാതി കൊടുത്തു, അന്വേഷണം വന്നില്ല. പഞ്ചായത്തിന് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇത് നമ്മുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ഓരോ ഓഫീസുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് മാത്രമാണ്. ഒരു വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് ശരിയായിട്ട് ആ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് എന്തൊക്കെ വീഴ്ച ഉണ്ട്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ഉറപ്പ് വേറെ മുന്നുണ്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇത് പരിശോധിക്കേണ്ടത് നമ്മളാരും വില്ലേജ് ഓഫീസറാണ് പരിശോധിക്കുന്നത്. ആ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്ന ജീവനക്കാരൻ ഇത് പരിശോധിച്ച് ശരിയായ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഒരു കാരണവശാലും ഇവിടെ പാറ ഖനനത്തിന് അനുമതി കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നിടത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കൊണ്ടുവരുന്ന ആളിനെ അവിടെ കൊണ്ടുവരുന്നത് തന്നെ ഈ പാറ നടത്തിപ്പുകാരാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്. ആ തരത്തിൽ വന്നപ്പോഴാണ് ഈ കളക്ടറേറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ പരാതി വായിച്ചാലറിയാം ഈ മനയിടിയാനുള്ള സാധ്യതയെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ ഇത്രയും ഗുരുതരമായൊരു വീഴ്ച ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് റവന്യൂ വകുപ്പിലെ RDOയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു അന്വേഷണം ജില്ലാ ഓഫീസിൽ വന്നിട്ട് പോലും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ നാളിതുവരെ ഈ പരാതി കൊടുത്തവർക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടാൻ സാഹചര്യം ഉണ്ടായി. ഈ വീഴ്ച മൊത്തം വന്നേക്കുന്ന ഈ ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് ഇതിന് നടത്തിപ്പുകാരിൽ ഒരാൾ റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത തീരുമാനം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ആ റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ റവന്യൂ വകുപ്പിലെ എല്ലാവിധ കൃത്രിമ മാർഗങ്ങളും ചെയ്ത് ഈ പറയുന്ന അവർ ചിലപ്പോൾ ഇത് തരിച്ച് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരിക്കും ഇതിന് ശ്രമം നടത്തുന്നത്. ആ തരിച്ച് കാണിക്കുന്നെങ്കിൽ അവിടെ ഈ പാറയല്ലാത്ത മണ്ണുള്ള എല്ലാ സ്ഥലവും പല വ്യക്തികളുടെ കൈവശം റബ്ബറും ആദ്യം ഇത് കൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ടോ. ഈ 10 സെന്റിന്റെ തൊട്ട് കിടക്കുന്ന ഒരു 10 സെന്റ് പത്മാവതി ഇന്ദിര എന്നൊക്കെ പറയുന്നവർക്കുള്ള വസ്തു ഇടിച്ചിനി അവർക്ക് ആ 10 സെന്റ് വസ്തു ഇല്ലെന്ന് പറയും. ക്വാറിയുടെ ചുറ്റുവട്ടത്തെ നാട്ടുകാരുടെ അഭിപ്രായം പോലും പരിഗണിക്കാതെയാണ് അധികൃതർ പ്രവർത്തനത്തിന് ലൈസൻസ് നൽകിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ വെടിവെച്ച് കല്ല് വീണ് ഓടുപോയ വീട്ടുകാര് വീട്ടിൽ താമസിച്ചെടുത്തൊരു 4 ചുറ്റിനും രാവിലെ സ്കൂളിൽ പിള്ളേർ പോകുമ്പോഴുള്ള വെടിവെപ്പ്, അത് വീട്ടിൽ വരുമ്പോൾ ആർക്കും കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പുറത്ത് പോകാൻ കഴിയാത്ത വിഷയം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ അടുത്ത് ആസ്വദിക്കുന്ന പിള്ളേർക്ക് ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 1-2 പിള്ളേരെ ഈ ചൊറിച്ചിലായിട്ട് കറുത്തൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ വരിക, ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ടൊക്കെ ആശുപത്രികളിൽ പോവുകയും ഇതെല്ലാം നടക്കുകയും ചെയ്തിട്ട് ഇതിന്റെ പ്രവർത്തനം വീണ്ടും മുന്നോട്ട് കൊണ്ട് അപ്പോൾ മിഷനറിയൊക്കെ അവിടെ കൊണ്ടിറക്കിയതിൻ്റെ പോയാൽ ഈ ഒരു 10 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് അവിടുത്തെ വാർഡ് മെമ്പർ സലീനയും. ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങാൻ ഇനി പഞ്ചായത്തിന്റെ NOC മാത്രം മതിയാവും. NOC നൽകരുതെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച 11 മണിക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി ഈ പഞ്ചായത്ത് ഒരു മാർച്ച് നടത്താൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നുകളും ലഭ്യമാക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഴക്കാലപൂർവ്വ രോഗങ്ങൾ വ്യാപകമായിട്ടും പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല, ആവശ്യമായ മരുന്നുകളും ലഭിക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിനു സമീപം CI വേലായുധൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സജീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എല്ലാവർക്കും പനിയാണ്. ഓരോ PHSകളിലും CHSകളിലും ദൈനംദിനം പങ്കെടുത്തു രോഗികൾ വരുന്നത് ആയിരക്കണക്കിന് വരുന്ന രോഗികളാണ് ഓരോ ആശുപത്രികളിലേക്കും കടന്നു വരുന്നത്. ഈ പനിയെ പ്രതിരോധിക്കപ്പെടുന്നതിന്
കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇല്ലാത്തൊരു സ്ഥിതിയിലാണെന്ന് കേരളത്തിൽ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റെജിമോൻ അധ്യക്ഷനായി. സെക്രട്ടറി AB അൻസർ, M മീരാപിള്ള, N ജഗദീശൻ, ഡെൻസൺ വർഗീസ്, RL വിഷ്ണുകുമാർ, രതീഷ് ചേകം, ഗിരീഷ് ഇളമ്പൽ, ഗിരീഷ് പിടവൂർ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓപ്പറേഷൻ കുബേര തുടരുന്നു. പത്തനാപുരത്ത് 2 പേർ കൂടി പിടിയിൽ. കൂടുതൽ പേർ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പത്തനാപുരത്ത് പോലീസ് 2 പേരെ കൂടി പിടികൂടി. മഞ്ചളൂർ കേന്ദ്രമാക്കി വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്തുവന്ന മഞ്ചളൂർ തേക്കിൻകാട്ടിൽ വീട്ടിൽ രാധാകൃഷ്ണപിള്ള, വാടകയ്ക്കു താമസിച്ച് അമിത പലിശയ്ക്ക് പണമിടപാട് നടത്തിവന്ന പുനലൂർ സ്വദേശിനി നസീമ എന്നിവരാണ് പിടിയിലായത്. ഇടപാടുകാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. രാധാകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒപ്പിട്ട 10 ചെക്കുകൾ, 7 പ്രോമിസറി നോട്ടുകൾ, 5 മുദ്രപത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു. നസീമയുടെ വീട്ടിൽ നിന്ന് നിരവധി രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ഇതുവരെ 11 കേസുകളാണ് പത്തനാപുരം പോലീസ് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ പേർ പത്തനാപുരത്ത് നിരീക്ഷണത്തിലാണെന്ന് SI S ഷുക്കൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സൌരോർജ്ജ വേലി തകർന്നതോടെ ആനപ്പെട്ട കൊങ്കലിൽ വനാതിർത്തിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയിറക്കം പതിവായി. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷിനാശമുണ്ടാക്കി. അടുപ്പിച്ച് 2ാം ദിവസമാണ് ആനപ്പെട്ട കൊങ്കലിൽ വനത്തോട് ചേർന്ന ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. വിദ്യാഭവനിൽ വിജയമ്മയുടെ വീട്ടിലെ കാർഷിക വിളകൾ ആന ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു. ഇന്നലെ രാത്രി ആന ഇറങ്ങി മുറ്റത്ത് നിന്ന തെങ്ങും എല്ലാം എടുത്ത് നശിപ്പിച്ചു. കുറെ കൊടിയും വാഴയെല്ലാം നശിപ്പിച്ച്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി വനാതിർത്തിയിൽ വനവകുപ്പ് സ്ഥാപിച്ചിരുന്ന സൌരോർജ്ജ വേലി തകർന്നതോടെയാണ് പ്രദേശത്ത് വീണ്ടും ആന ഇറങ്ങിയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഫോറസ്റ്റുകാരുടെ ഈ ലൈൻ കമ്പി വലിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പി ഇപ്പം ഇല്ലാത്തതുകൊണ്ട്, എല്ലാം പൊട്ടിപ്പോയതുകൊണ്ട് ആന ഇങ്ങി ഇറങ്ങുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ ആന ഇങ്ങി ഇറങ്ങത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ആന ഇങ്ങി ഇറങ്ങിയില്ല. ഈ വർഷം ഇപ്പം 2 പ്രാവശ്യം അടുപ്പിച്ച്, നിലയും മെനഞ്ഞാന്ന് 2 ദിവസവും അടുപ്പിച്ചിറങ്ങി. ഇതോടെ സൌരോർജ്ജ വേലി പുനഃസ്ഥാപിച്ച് വനത്തോട് ചേർന്ന ഭാഗങ്ങളിലെ ജനജീവിതം ഭദ്രമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കാറിന്റെ ഉടമയെ പോലീസ് സഹായിച്ചുവെന്നാരോപിച്ച് നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടിയത് ഏറെ നേരം സംഘർഷാവസ്ഥയുണ്ടാക്കി. ചിതറ സ്വദേശികളായ യുവാക്കൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് പോലീസ് കാറിന്റെ ഉടമയെ സഹായിക്കുന്ന നിലപാടെടുത്തു എന്നാരോപിച്ച് നാട്ടുകാർ തടിച്ചുകൂടിയത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കടക്കൽ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പോലീസ് അപകടമുണ്ടാക്കിയ കാർ കസ്റ്റഡിയിലെടുക്കാനോ മേൽനടപടി സ്വീകരിക്കാനോ തയ്യാറാകാതെ മടങ്ങിയെന്നും അപകടത്തിൽപ്പെട്ട കാർ പോലീസിന്റെ ഒത്താശയോടെ വാഹന ഉടമ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നും ആരോപിച്ചാണ് നാട്ടുകാർ ബഹളം വെച്ചത്. അപകടത്തിൽപ്പെട്ട യുവാക്കളുടെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി. തുടർന്ന് നാട്ടുകാർ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും പോലീസ് സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിൽ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തതിന് ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ആര്യങ്കാവ് കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ വൈദ്യുതി എത്തി. MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25,000 രൂപ ചിലവിട്ടാണ് വൈദ്യുതീകരണം നടത്തിയത്. വാർഡ് മെമ്പർ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു സ്വിച്ച് ഓൺ ചെയ്ത വൈദ്യുതീകരണം ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഉന്നതമായ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഉന്നതമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ. അത് ചെറുതായാലും വലുതായാലും അതിനോടനുബന്ധിച്ചുള്ള കാവുകളായാലും കുളങ്ങളായാലും അവയെല്ലാം സംരക്ഷിക്കുന്നു. തമിഴ്നാട് കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ തമിഴ് ഭക്തരാണ് ഏറെയും എത്തുന്നത്. ആര്യങ്കാവ് ദേവസ്വം ഓഫീസർ ജയപ്രകാശ്, KSEB തെന്മല അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗണേശൻ, VS സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുവഴിയിലെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഇടമണ്ണിൽ കുടുംബത്തെ യുവാവ് വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥനും ഭാര്യയ്ക്കും മരുമകൾക്കും പരിക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചടയമംഗലം ഇടുക്കുപാറയിൽ പാറക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ക്വാറിക്ക് ഉടമകൾ ലൈസൻസ് സമ്പാദിച്ചത് കൈക്കൂലി നൽകിയെന്ന് ആരോപണം. ക്വാറിക്ക് NOC നൽകരുതെന്നാവശ്യപ്പെട്ട് 26-ന് ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നുകളും ലഭ്യമാക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് DYFI പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.